ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ദേ നമ്മൾ നാട്ടിലെത്തിയിട്ട് ഒരു 4-5 ദിവസമായി. നാട്ടിൽ വന്നാൽ പിന്നെ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം. വേറെ ഒന്നുമല്ല, ആ ഒരു ഫുൾ ഡേ നാട്ടിലിങ്ങനെ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നാട്ടിൽ വന്നാൽ മിക്ക ദിവസങ്ങളിലും രാവിലെ ഞാനും രംഷേട്ടനും ഏതെങ്കിലും ഒരു അമ്പലത്തിലായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ രംഷേട്ടൻ്റെ വീട്ടിൽ, രണ്ട് വീട്ടിലാണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം അമ്പലങ്ങളിൽ പോകുക എന്നുള്ളതാണ്. അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി അല്ലേ. ഇത് രംഷേട്ടൻ്റെ അവിടെയുള്ള വളാഞ്ചേരിയുള്ള തിരുവേഗപ്പുറം അമ്പലം, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു അമ്പലമായിരിക്കും. പിന്നെ നമ്മളവിടെ അടുത്തുള്ള കൊടുമുടിക്കാവ്, അങ്ങനെ ഒരു 3-4 അമ്പലങ്ങളിലാണ് കേട്ടോ ഇന്ന് പോയത്. അപ്പം നേരത്തെ അമ്പലത്തിലൊക്കെ തൊഴുത് വീട്ടിലെത്തി. കാരണം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണ ദിവസമാണ്. അപ്പോൾ വന്നിട്ട് 3-4 ദിവസമായി നമ്മൾ ഇതുവരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. അത് മാത്രമല്ല, രംഷേട്ടൻ ശബരിമലയ്ക്കും കൂടെ പോവാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 3 മണിക്കൊക്കെ പോകണം എന്നാണ് പ്ലാൻ കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കെട്ട് നിറയ്ക്കണം എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പോകുന്നുണ്ട്. പ്രേംചേട്ടൻ്റെ അച്ഛനും അമ്മയും പോവാൻ ആദ്യമൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് ഇങ്ങനെ ബാക്കിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം അങ്ങനെ പോവരുത്, അങ്ങനെ നടക്കം കയറ്റൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛനും വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും രംഷേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം. ഇവരെല്ലാവരും കെട്ട് നിറയ്ക്കുന്ന നാളെ വരും. പക്ഷേ എന്നാലും അമ്മമ്മയ്ക്ക് ഇനി വരാൻ പറ്റുമോയെന്നൊന്നും അറിയാത്ത കാരണം രംഷേട്ടൻ ദക്ഷിണ കൊടുത്തിട്ടാണ് പോണത്. പക്ഷേ അമ്മമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ രംഷേട്ടൻ ചെറിയ കുട്ടിയാവുമ്പോൾ ശബരിമലയ്ക്ക് പോയത്, അതിനുശേഷം പിന്നെ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം പോണ കാരണം തന്നെ കെട്ട് നിറയൊക്കെ നാട്ടിൽ തന്നെ നടത്തി അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെയ് മാസത്തിലാക്കിയത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും മുംബൈയിൽ നിന്ന് തന്നെ നമുക്ക് പോകാവുന്ന സമയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെക്കേഷൻ ടൈം പിന്നെ കെട്ട് നിറയ്ക്ക് എനിക്കും മിഥുനും കൂടെ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഒരു വെക്കേഷൻ ടൈം അല്ലാതെ മിഥുൻ്റെ സ്കൂള് പൂട്ടുന്ന സമയത്തല്ലാതെ നമുക്ക് നാട്ടിലേക്ക് വരാനും ഒന്നും പറ്റാത്ത കാരണമാണ് അവസാനം മെയിൽ എന്നുള്ള ഒരു സംഭവം ചെയ്തത്. പിന്നെ അറിയാലോ, ഈ ടൈമിലൊക്കെ വെറും 4-5 ദിവസമല്ലേ നട തുറക്കുള്ളൂ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് വരാൻ. 14-ാം തീയതി മുതൽ 18-ാം തീയതി അങ്ങനെ എന്തോ ആണ് ഈ മാസം, എല്ലാ മാസവും അങ്ങനെയല്ലേ നട തുറക്കുക. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നതും. പിന്നെ എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. രംഷേട്ടൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ ഒരു 3-4 വർഷം മുന്നേ പോയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് രംഷേട്ടന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇതുവരെ പോയിട്ടില്ല. രംഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ശരിക്കും ഒരു 40 മിനിറ്റ്സേ ഉള്ളൂ. ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റ്, ഒന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ശരിക്കും നമ്മൾ കുറച്ച് ദൂരത്തിലെത്തും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളിയാങ്കൽ പാലാണത്. അപ്പോൾ വെള്ളിയാങ്കൽ വഴിയാണ് നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പം. എടപ്പാൾ വഴി അങ്ങനെ പോണേക്കാളും ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഈ ഒരു വഴി, തൃത്താല കുമ്പിടി വഴി അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു 40 മിനിറ്റിൽ നമ്മൾ വീട്ടിലെത്തും കേട്ടോ. ഈ തലക്കശ്ശേരി എത്തി, എൻ്റെ നാടെത്തി, ഇതാ വീടെത്തി. വീട്ടിൽ അച്ഛനും അമ്മയില്ല. അതാണ് പറഞ്ഞു വരാനുള്ള കാരണം അവർ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും അമ്മയുടെ വീട്ടിൽ ഉള്ള അമ്പലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ പോണതിൻ്റെ മുമ്പ് തൊഴും. പിന്നെ മൂത്തവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുക. അപ്പോൾ അമ്മയുടെ വീട്ടിലൊക്കെ പോയി എല്ലാവരെയൊക്കെ കണ്ട് ഞങ്ങൾ എത്തണതിൻ്റെ മുന്നേ എത്താം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ അമ്മയും അച്ഛനൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാധവും നിക്കിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഗീതും ജയനും ഇവിടെ ഇല്ല. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് അവർ 2-3 ദിവസം ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരും വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും ഇന്ന് എത്തും, എല്ലാവരും വീട്ടിലെത്തും. അപ്പോൾ അവിടുന്ന് അച്ഛൻ കുറേ ചക്കയും മാങ്ങയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ ചക്കയും മാങ്ങയുണ്ട്. ഇതൊക്കെ കൂടെ എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പോൾ വന്ന ഉടനെ തന്നെ മിത്തുക്കുട്ടി ഇതേ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ വലിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് ചാവിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇതൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടൊക്കെ തുറന്ന് പെട്ടിയൊക്കെ റെഡിയാക്കി അവർ വരുമ്പോഴേക്കും പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷമാണ് വീടൊന്ന് കാണുന്നത്. കഴിഞ്ഞ മെയിൽ വന്നതാണ്. ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു സുഖമാണ് അല്ലേ. അത് എല്ലാ കൊല്ലം നമ്മൾ വരുമ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലങ്ങോട്ട് ബാഗൊക്കെ അഴിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ, പ്രത്യേകിച്ചും എനിക്ക് എൻ്റെ റൂം അങ്ങോട്ട് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സമാധാനം. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു നിൽക്കുന്ന കുറച്ച് ദിവസം ഈ റൂം തന്നെയായിരിക്കും. ഈ റൂം, എൻ്റെ സോഫ, ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരുമില്ലേ, ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇവിടെ പെട്ടിയൊക്കെ അപ്പോഴേക്കും എല്ലാവരും വരുമ്പോഴേക്ക് പെട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു. പെട്ടിന്നൊന്നും എടുത്ത് മാറ്റണമൊന്നുമില്ല കേട്ടോ. കാരണം കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ രംഷേട്ടൻ്റെ വീട്ടിൽ തന്നെ പോകണം. അപ്പോൾ പിന്നെ പെട്ടി അങ്ങോട്ട് എടുത്ത് വെക്കാൻ എടുത്തേക്ക് ഞാൻ പെട്ടി അങ്ങനെ തന്നെയാണ് വെക്കാറ്. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയുടെ ഇടയിൽ ഇതൊരു വല്ലാത്തൊരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇനി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് അവർ വരുന്നവരൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഒരാളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, അത് ബെസ്റ്റ് ഫോർ ആക്നെയാണ്. ഇത് നോൺ ഡ്രൈയിങ് ഫോമിലായിട്ടുള്ള ഒരു കിടിലെ പ്രോഡക്റ്റ് ആണ്. ഇത് ഡെർമാക്കോന്റെ
അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ഡെർമാക്കോൻ്റെ 2.5% ബെൻസോയിൽ പെറോക്സൈഡ് ജെൽ ഫേസ് വാഷ് ആണ്. ഇത് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന 99.9% ആക്നീനെ കില്ല് ചെയ്യാൻ, അതുപോലെ തന്നെ സ്കിൻ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും വിത്ത് ഇറ്റ്സ് നോൺ ഡ്രൈയിങ് ഫോർമുല കേട്ടോ. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ബ്രേക്ക് ഔട്ട്, ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ ആക്നെ എതിരേക്ക് എഫക്റ്റീവ്ലി ഫൈറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ പോസിനെ അൺക്ലൂഗ് ചെയ്യാനും, അതേപോലെ ഇത് പോസിൻ്റെ ഉള്ളിൽ ഓക്സിജനേറ്റ് ചെയ്ത് ബാക്ടീരിയ കാരണമുള്ള ആക്നീനെ കില്ല് ചെയ്യാനും, അതേപോലെ തന്നെ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനും സഹായിക്കും കേട്ടോ. ഇത് സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്, ഡിസൈൻ ബൈ ഡെർമാക്സ് ആണ്. ഇതിലുള്ള സെറാമൈഡ് കോംപ്ലക്സ് ആൻഡ് ഗ്ലിസറിൻ സ്കിൻ ഹൈഡ്രേഷനെ ബൂസ്റ്റ് ചെയ്യും വൈൽ കീപ്പിംഗ് ദ ഫോർമുല നോൺ ഡ്രൈ. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ദ ഡെർമാക്കോന്റെ 2.5% ബെൻസോയിൽ പെറോക്സൈഡ് സ്പോട്ട് കറക്റ്റർ ജെല്ലാണ്. ഇത് ആക്നെ ബ്രേക്ക് ഔട്ട്സ് ആൻഡ് ഇൻഫ്ലമേഷനെതിരെ ഫൈറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ റെഡ്നെസ്സും ഇറിറ്റേഷനും സുത്തം ചെയ്യാനും സഹായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡെർമാക്കോന്റെ ഈ ഒരു പ്രോഡക്റ്റ് മെയിനായിട്ട് ആക്നെ പ്രോബ്ലംസ് ഉള്ളവർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഡെർമാക്കോന്റെ എല്ലാ പ്രോഡക്റ്റും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ഇത് ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇതിന് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ട് കിട്ടും അവരുടെ വെബ്സൈറ്റിൽ കേട്ടോ. അതേപോലെ തന്നെ ദ ഡെർമാക്കോ 20,000+ സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നുണ്ട് കേട്ടോ, എഡ്യൂക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ ലിങ്ക് ഓരോ ചൈൽഡിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, എല്ലാം വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഈ റൂമിലൊന്ന് വിശ്രമിക്കട്ടെ. അപ്പം ഞാൻ റൂമിലിരുന്ന് ദേ ഫ്രഷൊക്കെ ആവുന്ന സമയം കൊണ്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ദേ എനിക്ക് കുട്ടനെത്തി. എല്ലാവർക്കും ഗ്രൂപ്പിലിടട്ടെ. അപ്പോൾ ഇതെല്ലാം മിത്തുക്കുട്ടിയുടെ കസിൻസാണ്. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ സിബ്ലിങ്സ് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കുട്ടികളും ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് പേരെ വെക്കേഷനുള്ളൂ. ബാക്കി എല്ലാവരും പലരും ജൂലൈ ഓഗസ്റ്റ് സമയത്ത് വരുന്നവരാണ്. എന്നാലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മാസം ഉണ്ടാവും. അതാണ് മിത്തുക്കുട്ടിക്ക് ഇവിടേക്ക് വരാൻ ഇത്ര ഇഷ്ടം കേട്ടോ. അപ്പോൾ അമ്മ ഓൾറെഡി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ദേ വീട്ടിലുണ്ടായ ചീര, ഞാനന്ന് എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ പറയുമോ ചീര കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. അപ്പോൾ വീട്ടിലുണ്ടായ ചീരയും കായും കയ്പ്പയ്ക്കയും മാങ്ങ കൂട്ടാനും എല്ലാതും കൂടെ ഫുഡ് റെഡി ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇവർക്ക് കളിക്കാൻ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കുക വേണ്ട മിത്തുവിനെ, കളി തന്നെ കളി. അപ്പോൾ അച്ഛൻ ജയനൊക്കെ വന്ന്, ജയൻ പോകുന്നില്ല കേട്ടോ, ശബരിമലയ്ക്ക് പോകുന്നില്ല, ലീവില്ലാത്ത കാരണം പോകാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നാളേക്ക് പോകാനുള്ള സഞ്ചിയും കാര്യങ്ങളും അച്ഛനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൂജ സാധനങ്ങളൊക്കെ ഓൾറെഡി രംഷേട്ടൻ വരുമ്പോഴേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യേണ്ട തിരക്കിലാണ്. ഗീത നോക്കട്ടെ, ഗീത തോരയിടാൻ പോകുന്നത്, തോരയിടാൻ പോകുന്ന വേഷം നല്ലതാ. ഞങ്ങൾ പോട്ടെ. അച്ഛനൊക്കെ കണ്ടിട്ട് കാലങ്ങളോളായി പറഞ്ഞ ആൾക്കാരൊക്കെ അച്ഛൻ എന്ത് പറ്റിയെന്നാ ചോദിക്കുന്നത്. അച്ഛൻ എവിടെ പോയി, അമ്മ എവിടെ പോയി, ബിസിയാണല്ലോ, നിങ്ങളെന്താ വീഡിയോ ഇടാത്ത ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ, നിങ്ങൾക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഇട്ടോ ഞങ്ങള്. എന്താണ് ഉണ്ടായിരുന്നത്? കുറച്ച് ഇവിടെ എന്താ പറയാ, രാവിലെ ആയാ രാത്രി ആവുന്ന അറിയില്ല, സുരേട്ടിനെ കിട്ടണില്ല. അതാട്ടോ അമ്മ ഫ്രീ ആണ്, പക്ഷെ അച്ഛൻ ഫ്രീ അല്ലാത്തതുകൊണ്ട് ക്യാമറമാൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ കർഷകനായോണ്ടൊന്ന് കള പറിക്കാൻ ഇറങ്ങിയതാണ്. രമേശേട്ടാ അതവിടെ അമ്പലത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവരുടെയൊക്കെ സംസാരിക്കലും കാര്യങ്ങളൊന്നും നടക്കും തോന്നുന്നില്ല. എൻ്റെ അടുത്ത് എല്ലാവരും പറയണത് നാട്ടിലെത്തിയിട്ട് അച്ഛനും അമ്മയോടും വിശേഷങ്ങളൊക്കെ പറയണം എന്നുള്ളത്. കണ്ടോ, ഇതാണ് ഫുള്ള് ബിസിയാണ്. ഇത്രയും ദിവസമുള്ള ഈ ബിസി, പിന്നെ നാളെ ശബരിമലയിൽ പോകാനുള്ള ബിസി. അപ്പോൾ അച്ഛനെ സത്യം പറഞ്ഞാൽ, പിന്നെ അച്ഛന് വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട് 18-ന്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ചുമതലയും കാര്യങ്ങളൊക്കെ അച്ഛനാണ്. ആയതുകൊണ്ട് തന്നെ അച്ഛനെ കാണാൻ തന്നെ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 3-4 ദിവസമൊക്കെയാണ് അച്ഛൻ ഫുൾ ബിസിയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശബരിമല പോകാനുള്ള ആ ഒരു ഇതിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ശരിക്കും എനിക്കെല്ലാം വോയിസ് ഓവർ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അവരൊന്നും കാണാൻ തന്നെ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വെക്കണം, കാരണം മലയ്ക്ക് പോകാനുള്ള വണ്ടിയല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നല്ല മാങ്ങ താഴ്ത്തിക്കാ നിൽക്കണം. പിന്നെ നമ്മുടെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ എല്ലാവരും അടുത്തടുത്തായ കാരണം ഒരു വീട്ടിൽ ഒരാൾ എന്നുള്ളതാവില്ല. മിക്കവാറും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, എല്ലാ വീട്ടിലുള്ളവരും ഒരു വീട്ടിലായിരിക്കും. ഒന്നെങ്കിൽ വലിയച്ഛൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്ററുടെ വീട്ടിൽ, ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം കാണിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. ആ കോവിഡിൻ്റെ ടൈമിൽ മാത്രം അങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ്, വീട്ടിൽ ആരും ഉണ്ടാവില്ല. വീട്ടിലുള്ളവരൊക്കെ മറ്റുള്ള
ആയിട്ടുള്ള വീടുകളിലായിരിക്കും ഇങ്ങനെ ഇരിക്കുക, വർത്തമാനം പറയുക. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമെന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ വിളക്കൊളുത്തിയിട്ട് നമുക്കിന്ന് അച്ഛൻ്റെ തറവാട്ടിൽ പോകണം. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞ പോലെ നാളെ ശബരിമലയ്ക്ക് പോകുന്ന കാരണം എല്ലാ അമ്പലങ്ങളും പോവുക. അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ്റെ തറവാട്ട് അമ്പലത്തിൽ ചുറ്റുവിളക്കുണ്ട്. അത് നമ്മൾ എല്ലാ വർഷം വരുമ്പോഴും അവിടെ ചുറ്റുവിളക്ക് നേരാറുണ്ട്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കാറിലാണ് പോയത്. ഇതാണ് നമ്മൾ ആ പോകുന്ന വഴി. ഞാനിപ്പോൾ ഈ ബസ് ടൈമൊക്കെ ഇത്ര ഗംഭീരമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് തോന്നും. ഞങ്ങളുടെ ഈ റൂട്ടിൽ ആകെ ഒരൊറ്റ ബസ്സേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ടൈമിംഗ് ആണ് അത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള ആ ടൈമിലെല്ലാം പോകുമ്പോഴാണ് ആ ബസ് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകണം. സെൻറ്ററിലേക്ക് 1 കിലോമീറ്റർ നടന്നാലേ നമുക്ക് ബസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ പീടികയിൽ നിന്ന് നമ്മൾ ചുറ്റുവിളക്കിനുള്ള നെയ്യും തിരിയും എണ്ണയും തിരിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ട്, ഇപ്പോൾ ഇതുപോലൊരു ഇടവഴി, ഇപ്പോൾ ഇടവഴിയില്ല, പണ്ട് ഇടവഴിയായിരുന്നു, ഇടവഴി, നമ്മൾ ഇടവഴി എന്ന് പറയും. അത് വളരെ ശരിക്കും ഒരു ഇടവഴിയായിരുന്നു. ഇപ്പോൾ എല്ലാ അപ്പുറത്തുള്ള അതൊക്കെ അച്ഛൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുകളാണ് കേട്ടോ. ഈ 2 സൈഡിലും ഇങ്ങനെ നമ്മുടെ തറവാട്ടിലേക്കുള്ള അവരുടെ വീടുകളാണ് 2 സൈഡും. അങ്ങനെ തറവാട്ടിലേക്ക് ഒരു പാടം വരെ ഇങ്ങനെ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ കാറും കാര്യങ്ങളൊക്കെ ആയ കാരണം റോഡിന് വീതി കൂട്ടിയത്. ഇതിൻ്റെ ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് ഈ ഒരു പാടത്തേക്കാണ്. ഈ പാടത്തിൻ്റെ അറ്റത്താണ് അച്ഛൻ്റെ തറവാട്. ഇപ്പോൾ ഇതിലാളും താമസം ഒന്നുമില്ല. പക്ഷേ ഈ അമ്പലം എന്നും ഈ ചുറ്റുവിളക്കും വിളക്ക് തെളിയിക്കലുമൊക്കെ ആയിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ. ചാലിശ്ശേരി മുല്ലയമ്പറമ്പത്ത് ഭഗവതി നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും. അപ്പോൾ ഭഗവതിയാണ് നമ്മുടെ ധർമ്മദേവ് കേട്ടോ. അപ്പോൾ ചാലിശ്ശേരി മുല്ലയമ്പറമ്പത്ത് ഭഗവതിയാണ് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പൂരത്തിനൊക്കെ ആദ്യം വന്ന് പറയെടുക്കുക, ഗംഭീര പറയായിരുന്നു. എൻ്റെ മനസ്സിൽ അതൊക്കെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കതിനൊരു അവസരം കിട്ടിയിട്ടില്ല കാണാൻ. കാരണം മിക്കവാറും മാർച്ച് ടൈമിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ പറയായാലും 7 കൂട്ടി പറ 10 കൂട്ടി പറയൊക്കെ ആയിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ആൾ താമസമില്ലാത്ത കാരണം അതൊന്നും ഇല്ല എന്നാണ്. ഒരു 1-2 കൊല്ലമായിട്ടുള്ളൂ ആൾ താമസമില്ലാതെ ആയിട്ട് കേട്ടോ. പക്ഷേ ഈ ചുറ്റുവിളക്കും ഈ വിളക്ക് തെളിയിക്കലും ഈ സംഭവങ്ങളൊക്കെ എന്നും മുടക്കാതെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വന്ന് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ വകയായതുകൊണ്ട് നമ്മൾ വന്നിട്ട് വിളക്ക് തെളിയിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ സർപ്പക്കാവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും വിളക്ക് വെക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. ഇത് അച്ചച്ചൻ്റെ തറവാടാണ്. ഞാൻ അച്ഛൻ്റെ തറവാട് എന്നാണ് പറഞ്ഞത്. അതായത് അച്ഛൻ്റെ വീട് നമ്മൾ ഓൾറെഡി ഇവിടെ കാണിക്കാറുണ്ട്, അച്ചച്ചൻ വെച്ചത്. അപ്പോൾ അച്ചച്ചൻ്റെ തറവാടാണിത്. അച്ഛമ്മയുടെ തറവാട് ഒറ്റപ്പാലത്താണ്. അതും നമ്മൾ എപ്പോഴും ഇങ്ങനെ പോവാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ തറവാട്. ഈ ഒരു അമ്പലത്തോട് ചേർന്ന് കിടക്കുന്ന തറവാട്. അതിന് ചുറ്റുമായിട്ട് ഇവിടുത്തെ അവരുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പഠിപ്പുരയൊക്കെ ഉള്ള വീടാണ് ഈ ഒരു ഉമ്മറം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പറയെടുക്കാൻ വരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഈ ഉമ്മറത്ത് കൂടെ വെളിച്ചപ്പാട് പോയിട്ടും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയെടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അറിയുന്നവർക്കറിയാം. ഇത് ഈ ഒരു സ്ഥലമൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്ത് ഞാൻ രമേശേട്ടനോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ആ വഴിയാണ് പഠിപ്പുര. ഇപ്പോൾ പഠിപ്പുരയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ പൊളിഞ്ഞ് വീഴാറ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഠിപ്പുരയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പാടാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഞാനതൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് പൊളിഞ്ഞ ആൾ താമസം ഇല്ലാത്തതിൻ്റെ ആ ഒരു ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പറയ്ക്ക് എല്ലാവർക്കുള്ള ചോറ് മോര് വാർന്ന് കൂട്ടാൻ. അത് തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭക്ഷണമൊക്കെ എന്താണെന്നുള്ള ചോറും മോര് വാർന്ന് കൂട്ടാനും നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറും അല്ലെങ്കിൽ മാങ്ങ കൂട്ടാൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും പറ കഴിഞ്ഞാൽ. കാരണം പറ എടുക്കുന്നവർക്കും ഫുഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെയാണ് പറ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതായത് പൂരത്തിൻ്റെ സമയത്ത് ഇവിടെയാണ് തലേദിവസം രാത്രിയാവും ഉണ്ടാവുക. നെക്സ്റ്റ് ഡേ രാവിലെ ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക. അതായത് അച്ഛൻ്റെ വീട്ടിൽ വലിയച്ഛനൊക്കെ താമസിക്കുന്ന തറവാട്ടിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും വരിക കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര കണ്ടോ, ഇതാണ് പഠിപ്പുര. ഇപ്പോൾ പഠിപ്പുരയുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ഇരുന്ന്
അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ ഓർമ്മകളും അച്ഛൻ്റെ കഥകൾ അവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം അവർക്കതൊരു ഇതില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കൊല്ലത്തിലൊരിക്കലൊക്കെ അല്ലേ നമ്മൾ വരുള്ളത്. ഓരോ കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴും നമുക്കത് ഭയങ്കര മാറ്റമായിട്ട് ഭയങ്കര വ്യത്യാസമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അല്ലേ ഒരു പക്ഷേ ഇതേ മയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കോഴി പോലെയാണ് ഇപ്പോൾ മയിൽ എന്നുള്ളതാണ് അവസ്ഥ. എല്ലാതും നശിപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് പീലിക്ക് വിടർത്തി ഡാൻസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കിതൊക്കെ ഒരു കൗതുകം. ഇവിടെ ഉള്ളവർക്ക് ഇതൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാത്രി ഇതേ അവിടെ കുട്ടികൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞ് എനിക്ക് കൂട്ടിന് രണ്ടുപേരും കൂടെ വായ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ചപ്പാത്തിയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും വേഗം കിടക്കാൻ പറഞ്ഞു. നാളെ രാവിലെ 2 മണിക്ക് എണീക്കണം. കാരണം നമുക്ക് കുളിച്ച് റെഡിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വേണം കെട്ട് നിറയ്ക്കാൻ. അപ്പോൾ ആർക്കും ഉറക്കമൊന്നും വരില്ല എപ്പോഴും ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ തലേ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നാട്ടിലെ വിശേഷങ്ങൾ കൂടുതലായിട്ടുള്ള നാട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ബൈ.